ജൽജീവൻ മിഷന്റെ കാലാവധി 2028 ഡിസംബർ വരെ നീട്ടി കേന്ദ്ര സർക്കാർ. പദ്ധതിക്കായി 8.69 ലക്ഷം കോടി രൂപയുടെ പുതുക്കിയ അടങ്കൽ തുക അനുവദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഭാരതവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപ നിയമങ്ങളിലും ഇളവ് വരുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജൽജീവൻ മിഷന്റെ കാലാവധി 2028 ഡിസംബർ വരെ നീട്ടി എന്നുള്ളതാണ്. പദ്ധതിക്കായി 8.69 ലക്ഷം കോടി രൂപയുടെ പുതുക്കിയ അടങ്കൽ തുകയും അനുവദിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഗ്രാമീണ മേഖലയിലെ ഈ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷന്റെ കാലാവധി അത് 2028 ഡിസംബർ വരെ നീട്ടി എന്നുള്ളതാണ്. മാത്രമല്ല 8.69 ലക്ഷം കോടി രൂപയാണ് പുതുക്കിയ അടങ്കൽ തുക വകവച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ മധുര വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുവാൻ വേണ്ടി മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിലുമായി ഏകദേശം 192 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. സൈന്തിയ, പാക്കൂർ, അതേപോലെ തന്നെ സക്രാംഗച്ചി, ഖർപൂർ എന്നീ സെക്ഷനുകളാണ് ഈ 4 റെയിൽവേ പാതകൾ വരുന്നത്. ഇതിനായി ഏകദേശം 4474 കോടി രൂപയാണ് ഇതിന്റെ ഒരു ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ FDI മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ നേരിട്ടുള്ള നിക്ഷേപ നിയമങ്ങളിൽ ഇളവ് വരുത്തുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2020 ഈ പ്രസ് നോട്ട് 3 ഭേദഗതി വരുത്താനാണ് ഈ തീരുമാനം വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് കറപ്സി കോഡ്, കമ്പനീസ് ആക്ട് എന്നിവയിൽ ഭേദഗതി വരുത്തുവാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ ജൽജീവൻ മിഷൻ 2.0 എന്നുള്ളതാണ്. വളരെ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ ഓരോ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ജൽജീവൻ മിഷൻ പദ്ധതി അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു പദ്ധതി കൂടിയാണ്. രാജ്യത്തെ 100% വീടുകളിലും പൈപ്പ് ലൈൻ കണക്ഷൻ എത്തിക്കുക സാധ്യമാക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നേരത്തെ ഇത് ഗ്രാമീണ മേഖലയിലാണ് ഇത് ഈ ജൽജീവൻ മിഷൻ കൂടുതൽ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഇത് അർബൻ മേഖലകളിലേക്കും നഗരങ്ങളിലെ എല്ലാ വീടുകളിലും ഈ പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഗുണനിലവാരം കൂടി ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഇതിന്റെ ഭാഗമായി തന്നെ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഒരുക്കുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. ഏതായാലും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പദ്ധതി ഇനി കൂടുതൽ കാലത്തേക്ക് നീട്ടി കൂടുതൽ വീടുകളിലേക്ക് 100% വീടുകളിലേക്കും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുക എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാതയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളാണ് ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ പങ്കുവച്ചത്. അതിലേറ്റവും പ്രധാനം ജൽജീവൻ മിഷന്റെ കാലാവധി 2028 ഡിസംബർ വരെ നീട്ടി എന്നുള്ളതാണ്.